നമസ്കാരം. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വേദിയിൽ വിജയോളം തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറി നടി തൃഷ കൃഷ്ണൻ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അക്വാ ബ്ലൂ പട്ടുസാരിയിൽ അതിസുന്ദരിയായി എത്തിയ തൃഷ ക്യാമറ കണ്ണുകളുടെയും ജനക്കൂട്ടത്തിന്റെയും പ്രധാന ആകർഷണമായി മാറി. സിനിമയിലെ ഭാഗ്യജോഡികൾ രാഷ്ട്രീയത്തിന്റെ പുതിയ പടവുകളിലും ഒന്നിച്ചെത്തിയത് ആരാധകർക്കിടയിൽ വലിയ ആവേശം തന്നെയാണ് സൃഷ്ടിച്ചത്. ചെന്നൈയിലെ തന്റെ വസതിയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടുന്ന വേളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച താരം ഈ നിമിഷത്തെ തന്നേറെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി. ചടങ്ങിൽ പങ്കെടുക്കാൻ തൃഷ തന്റെ വീട്ടിൽ നിന്നും ആവേശത്തോടു കൂടി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന സമയത്ത് തൃഷ തിരുപ്പതി ക്ഷേത്രം സന്ദർശിച്ചത് നേരത്തെ തന്നെ വലിയ ചർച്ചയായതാണ്. മെയ് 4-ന് തന്റെ 43-ാം ജന്മദിനത്തോടനുബന്ധിച്ച് താരം തിരുപ്പതിയിൽ ദർശനം നടത്തിയത് വിജയുടെയും തമിഴക വെട്രിക്കഴകത്തിന്റെയും വിജയത്തിന് വേണ്ടിയാണ് എന്ന അഭ്യൂഹങ്ങൾക്ക് ഈ സാന്നിധ്യം വീണ്ടും ശക്തി പകരുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തൃഷ എത്തിയത് കേവലം ഒരു അതിഥിയായിട്ടല്ല, മറിച്ച് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കരുത്തായിട്ടാണ് എന്ന വിലയിരുത്തലുകൾ സജീവമാണ്. ചടങ്ങിൽ പങ്കെടുക്കാൻ തന്റെ വസതിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ നിമിഷത്തിനായി താൻ ഏറെ ആകാംക്ഷയോടു കൂടിയാണ് കാത്തിരുന്നത് എന്ന് തൃഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിജയുടെ മാതാപിതാക്കൾക്കൊപ്പം തന്നെ മുൻനിരയിൽ തന്നെ ഇരുന്ന താരം സത്യപ്രതിജ്ഞാ വേളയിൽ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ വിജയുടെ നിഴലായി തൃഷയുടെ പേരും ചർച്ചകളിൽ ഉണ്ടായിരുന്നു. വോട്ടെണ്ണൽ ദിനം തൃഷയുടെ ജന്മദിനമായിരുന്നു എന്ന യാദൃശ്ചികതയും വിജയിന്റെ വിജയത്തിനായി താരം തിരുപ്പതിയിൽ നടത്തിയ പ്രത്യേക പ്രാർത്ഥനകളും നേരത്തെ തന്നെ വലിയ വാർത്തയായതാണ്. വോട്ടെടുപ്പ് ദിവസം ഗില്ലി സിനിമയിലെ പ്രശസ്തമായ വിസിൽ ശബ്ദം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് തൃഷ നൽകിയ പിന്തുണ തന്റെ പ്രിയ സുഹൃത്തിനുള്ള ഉറച്ച പ്രഖ്യാപനമായിരുന്നു. വിജയുടെ വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങളും വിവാഹമോചന വാർത്തകളും തൃഷയുടെ പേരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കേന്ദ്രങ്ങൾ വിവാദമാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും തന്നെ തങ്ങളുടെ സൗഹൃദത്തെയോ രാഷ്ട്രീയ പിന്തുണയെയോ ബാധിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് സത്യപ്രതിജ്ഞാ വേദിയിലെ സാന്നിധ്യത്തിലൂടെ തൃഷ നൽകുന്നത്. ടിവിക്ക് തരംഗമായി മാറിയ തിരഞ്ഞെടുപ്പിൽ വിജയ് നേടിയ അവിസ്മരണീയ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വസതിയിലെത്തി നേരിട്ട് അഭിനന്ദനം അറിയിച്ച ആദ്യ താരങ്ങളിൽ ഒരാളും തൃഷ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയായതോടുകൂടി വിജയ് രാജിവെക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ തൃഷ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സിനിമയിലെ സൂപ്പർ നായിക രാഷ്ട്രീയത്തിലും വിജയുടെ വലം കൈയായി മാറുമോ എന്നതാണ് തമിഴകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധിയും മറ്റ് രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്ത വേദിയിൽ നീല പട്ടുസാരി ഉടുത്തുകൊണ്ട് പുഞ്ചിരിയോടെ ഇരുന്ന തൃഷയുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പുതിയ അധികാര കൈമാറ്റത്തിന് സാക്ഷ്യം വഹിച്ച ഈ ചടങ്ങിൽ ഭരണ തുടക്കത്തിനൊപ്പം തന്നെ തൃഷയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും സ്റ്റേഡിയം വേദിയായി. നെക്സ്റ്റ് ന്യൂസ്.